ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ദിസ് ഈസ് വിപിൻ മോഹൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ്കിങ് പോയിൻ്റാണ്. നമ്മൾ ആക്ച്വലി പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യമാണോ എന്നുള്ളതിനെക്കുറിച്ചാണ്. എനിക്ക് മെസ്സേജസ് വരുന്ന സമയത്ത് അതിൽ നിന്നാണ് ഞാൻ മാക്സിമം വീഡിയോ ചെയ്യുന്നതിനുള്ള ത്രെഡ്സ് എനിക്ക് കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എല്ലാ സമയത്തും വറീഡ് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ നമ്മൾ ആക്ച്വലി റീതിങ്ക് ചെയ്യേണ്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് പീപ്പിൾ ആർ വറീഡ് അബൌട്ട് ബ്രോക്കറേജസ് അല്ലെങ്കിൽ ചാർജസ്. അതായത് ഓരോ ബ്രോക്കറിൽ എത്രയാണ് ചാർജ്, അവിടെ 300 അല്ലെങ്കിൽ 200 ആണല്ലോ എന്നുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആൾക്കാർ വറീഡ് ആവുന്നത്. ബട്ട് ആസ് എ ട്രേഡർ, ഫെലോ ട്രേഡർ, ഒരു ബ്രദർ ട്രേഡർ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പെറ്റി തിങ്സിൻ്റെ മുകളിൽ നിങ്ങൾ വറീഡ് ആവാതിരിക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ചിറ്റോഗഡ്. നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുള്ള വെബ്സൈറ്റ് ആയിരിക്കും. നമ്മൾ ഇതിനകത്ത് നോർമലി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾ എന്ത് ബ്രോക്കറിനെ കുറിച്ച് എപ്പോൾ സെർച്ച് ചെയ്താലും ഫസ്റ്റ് സെർച്ച് റിസൾട്ടിൽ വരുന്ന ഒരു ഒരു വെബ്സൈറ്റാണിത്. ഇൻഫാക്റ്റ് നമുക്കിവിടെ കമ്പയർ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഏതൊരു ബ്രോക്കർ നിങ്ങൾക്ക് അവരുടെ ചാർജസും കാര്യങ്ങളും അറിയണമെങ്കിൽ ഇത് ഈ വെബ്സൈറ്റിൽ വരിക, കമ്പയർ ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പോകുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഇതിന് പ്ലഡ്ജിങ് ചാർജസ് ഇത്രയാണ്, മറ്റേന് ഇത്ര കുറവാണ് എന്നുള്ള രീതിയിലൊന്നും നമ്മൾ വറീഡ് ആവേണ്ട കാര്യമില്ല. ആക്ച്വൽ നമ്മൾ വറീഡ് ആവേണ്ട കാര്യം എന്താ? നിങ്ങൾക്കൊരു പ്രോപ്പർ മെൻറ്റർ ഉണ്ടോ? നിങ്ങൾ ഒരു ജേണൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സ്ക്രീൻഷോട്ട്സ് പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിൽ ഇപ്പോൾ ഞാനൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. പലതരത്തിൽ ഞാൻ വൺ നോട്ടിലൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ചില ആൾക്കാർക്കെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇതുപോലെയുള്ള ആക്ച്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്. ജേണലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ജേണൽ നിങ്ങൾ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അഗെയിൻ ഇപ്പോൾ 2025 ആയി ഞാൻ അതിനകത്ത് കുറച്ച് പുതിയ ഡാറ്റ ഫീൽഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മെഷർ ചെയ്യാനുള്ള കുറച്ച് മെട്രിക്സും കൂടി ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്കോടുകൂടി അവൈലബിൾ ആക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഞാൻ 2019 ആദ്യമായിട്ട് എൻ്റെ ജേണൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആ 2019 ശേഷം 6 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര ആൾക്കാർ അതുപോലെ ഒരു ജേണൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. കാരണം ആ സമയത്ത് ഡൗൺലോഡ് ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് മോർ ദാൻ 7,000 ആണ്. ഈ 7,000 ഒരു 10%, 700 ആൾക്കാരെങ്കിലും അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 700 ആൾക്കാരും ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ ഇപ്പോൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ 5-6 വർഷം ജേണൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അത്രയും വലുതായിരിക്കും. സോ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിൽ നമ്മൾ നോർമലി ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ബ്രോക്കറിനെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഏതാണോ ബ്രോക്കർ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളത്, ഇപ്പോൾ നമുക്കിവിടെ സെറോദ ആണെങ്കിൽ സെറോദയും ഫയേഴ്സ് എന്തുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ആസ് ഓഫ് നൗ നിങ്ങൾക്കറിയാം ഞാൻ ഫയേഴ്സുമായിട്ടാണ് പാർട്ട്ണർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഫയേഴ്സിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളും ആക്ച്വലി വെരി ഫ്യൂച്ചർ പ്രൂഫ് ആണെന്നുള്ള ഒരു ഇതിൻ്റെ മുകളിലാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം സെബിയുടെ റൂളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് മോർ ദാൻ 1 ബ്രോക്കറുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഫയേഴ്സ് ചൂസ് ചെയ്തത്. സെറോദ, ഫയേഴ്സ്, അതുപോലെയുള്ള 2-3 ഞാൻ നേരത്തെ ചെയ്തിരുന്ന ബ്രോക്കേഴ്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഫയേഴ്സാണ് ഈ കാര്യത്തിന് വേണ്ടി ചൂസ് ചെയ്തത്. എനിവേ രണ്ടും നമ്മൾ ഈ ബ്രോക്കറേജ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബ്രോക്കറേജിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ബ്രോക്കറേജ് ആക്ച്വലി നമ്മളുടെ ട്രേഡിംഗ് ചാർജസിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ആവുന്നുള്ളൂ. ബ്രോക്കറേജ് ആയിക്കോട്ടെ, പ്ലഡ്ജിങ് ചാർജസ് ആയിക്കോട്ടെ, ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ. ഇപ്പോൾ ഫയേഴ്സിനാണെങ്കിൽ അതൊന്നുമില്ല. സെറോദയ്ക്ക് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ചെറുതെന്തുണ്ടെന്ന് തോന്നുന്നു. ബട്ട് ഇതൊന്നും നമ്മളുടെ ട്രേഡിങ്ങിനെ ആക്ച്വലി ബാധിക്കേണ്ട ഒരു സംഭവമല്ല. ഇതുപോലെയുള്ള എക്സ്പെൻസസിനെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ ആസ് എ ട്രേഡർ ഒരു ബിസിനസ്സുകാരൻ എങ്ങനെയാണോ ആ രീതിയിലായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ വരുന്നൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പല ആൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണ്. എല്ലാവരും വളരെ ഫ്രൂഗലായിട്ടാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് എക്സ്പെൻസസ് ഒന്നും ചെയ്യില്ല. ഈ രീതിയിലാണ്. അപ്പോൾ ഇവിടെയുള്ള ബ്രോക്കറേജും AMCയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സെറോദയ്ക്ക് ഒരു 300 rupees പ്ലസ് GST സംതിങ് AMC ഉണ്ട്. ഫയേഴ്സിന് അതില്ല. അതുപോലെ 2 ബ്രോക്കേഴ്സിൻ്റെയും ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ആർക്കാണ് ചാർജസ് ഉള്ളത്. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ബ്രോക്കേഴ്സിനും ഇപ്പോൾ സെയിം ആണ്. നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന നിങ്ങളുടെ മെയിൻ ബ്രോക്കേഴ്സിന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഓപ്ഷൻസ് പോലെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ലാതെ ഞാൻ നിങ്ങളോട് പറയാം, ഫയേഴ്സിൻ്റെ അത്ര ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഇല്ല. ഫയേഴ്സ് തരുന്നത്ര ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാനുള്ള ടൂൾസ് ഫ്രീ ആയിട്ട് വേറെ ഏതൊരു ബ്രോക്കറും തരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. സെറോദ ആണെങ്കിൽ വളരെ ലിമിറ്റഡ് ആണ് ആ കാര്യത്തിൽ. പക്ഷേ സെറോദയ്ക്ക് സെറോദയായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനിയിപ്പോൾ വേറെ കുറച്ച് ബ്രോക്കർ പേടിഎം അതുപോലെ എടുത്ത് അവർക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാവാം. ഏത് ബ്രോക്കറാണ് എന്നുള്ളതല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഉള്ള ബ്രോക്കറാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ നോർമലായിട്ട് നോക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ നോർമലി ഫയേഴ്സാണ് പ്രിഫർ ചെയ്യുന്നത്. ഈവൻ ഞാൻ അവരുമായിട്ടാണ് പാർട്ട്ണർ ചെയ്തത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഏകദേശം അവരുടെ കയ്യിലാണുള്ളത്. കാരണം എന്നെ സംബന്ധിച്ച് ഒരു ഡെസ്ക്ടോപ്പ് പ്ലാറ്റ്ഫോം ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓപ്ഷൻസിൻ്റെ കാര്യങ്ങൾ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ ഡെസ്ക്ടോപ്പ് പ്ലാറ്റ്ഫോം എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നേരത്തെ ഒരു ഫയേഴ്സ് നെക്സ്റ്റിനെ കുറിച്ചൊക്കെ ഞാൻ ഒരു അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ആ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു ഫയേഴ്സ് നെക്സ്റ്റ് പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ക്വിക്ക്ലി ഫ്യൂച്ചേഴ്സിലൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. അല്ലാതെ ചെറിയ ചെറിയ ചാർജസിൻ്റെ പുറകെ നിങ്ങൾ വറീഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്.
ഇവിടെ ഈ API ട്രേഡിംഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. API ട്രേഡിംഗ് ആക്ച്വലി ഫയേഴ്സിൻ്റെ API ഫ്രീ ആണ്. അതേസമയത്ത് സെറോദയ്ക്ക് അത് 2000 റുപ്പീസ് ചാർജ് ഉണ്ട്. നോർമലി ആൽഗോ ട്രേഡിംഗ് അതുപോലെയുള്ള കാര്യങ്ങളിൽ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കിതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പെർ മന്ത് 2000 റുപ്പീസ് എന്ന് പറയുന്നത് ചില ആൾക്കാരെ സംബന്ധിച്ച് സ്റ്റാർട്ടിങ്ങിൽ, അതായത് നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഹെവി ആയിട്ട് തോന്നും. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ഇവിടെ ഫയേഴ്സിൻ്റെ സൈഡിൽ ഫ്രീ ആണ്. അത് വളരെ കുറച്ച് ബ്രോക്കേഴ്സാണ് എനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. നേരത്തെ ഞാൻ ട്രേഡ് ചെയ്തിരുന്ന സമയത്ത് ഷെയർ ഖാനിലും ICC ഡയറക്റ്റിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ലോട്ട് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുമ്പോൾ 800 രൂപയൊക്കെ ബ്രോക്കറേജ് കൊടുക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. 800, 900 ആ രീതിയിലൊക്കെ ആയിരിക്കും ബ്രോക്കറേജ് ഉണ്ടാവുക. വളരെ ഹെവി ആയിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് സൂപ്പർ ഈസിയാണ് എല്ലാ ട്രേഡേഴ്സിനെ സംബന്ധിച്ച്. ചെറിയൊരു എമൗണ്ടാണ് പോകുന്നത്. ഇനി നിങ്ങൾ ഏത് ബ്രോക്കർ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും വലിയ എമൗണ്ട് എന്ന് പറയുന്നത് STT ഇതുപോലെയുള്ള ഗവൺമെൻറ് ചാർജസ് ആണ്. നമ്മളൊരു ടോട്ടൽ നമ്മളുടെ 100 രൂപയാണ് നമുക്ക് ബ്രോക്കറേജ് ചാർജസ് ആയിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് 20 റുപ്പീസ് ആയിരിക്കും ബ്രോക്കറേജ്. ബാക്കി 80 റുപ്പീസും പോകുന്നത് ഗവൺമെൻറ്റിനാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആസ് എ ട്രേഡർ ചെയ്യേണ്ടത് ഇത്രയാണ്. നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയുടെ ഫസ്റ്റ് 2 മന്ത്സിനുള്ളിൽ ബ്രോക്കറിനെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഒരു ഇതുപോലെയുള്ളൊരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കി നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്ത് ഫീച്ചേഴ്സാണ് വേണ്ടത്. അന്നേരം ചാർജസിൻ്റെ പുറകെ പോകാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ട ഫീച്ചേഴ്സും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിലുണ്ടോ എന്ന് നോക്കുക. ചില ആൾക്കാരെ കാണാറുണ്ട് 2 വർഷം 3 വർഷം ട്രേഡിങ്ങിലായി സ്റ്റിൽ സെർച്ചിങ് ഫോർ ദ ബെസ്റ്റ് ബ്രോക്കർ, സെർച്ചിങ് ഫോർ ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ചാർട്ടിംഗ് പ്ലാറ്റ്ഫോം. ചില സമയത്ത് ട്രേഡിംഗ് വ്യൂ, പിന്നെ അല്ലെങ്കിൽ ആമി ബ്രോക്കർ, അല്ലെങ്കിൽ അത് ഇതെന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടാവും. സോ ഈ രീതിയിലാവരുത്. കാരണം നിങ്ങളുടെ ഫോക്കസാണ് അവിടെ ലൂസ് ആവുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ബ്രോക്കറിനെ ചൂസ് ചെയ്യുക, നിങ്ങളുടെ ചാർട്ടിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക. അത് പെർഫെക്റ്റ് ആവണമെന്നില്ല. പക്ഷേ അതിനുശേഷം നിങ്ങളുടെ ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാക്ക് ടെസ്റ്റ് എങ്ങനെയാണ്, നിങ്ങൾ ജേർണലിംഗ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്കൊരു പ്രോപ്പർ മെൻറ്റർ ഉണ്ടോ, ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് നോക്കുക. ഈ കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതായത് ജേർണൽ ഞാൻ ചെയ്യുന്നുണ്ടോ, കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ട്രേഡിങ്ങിലുണ്ട്, ഞാൻ ഇതുവരെ എത്ര ദിവസം ജേർണൽ ചെയ്തിട്ടുണ്ട്, എത്ര ദിവസത്തെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്, ഏതൊക്കെ സ്റ്റോക്സാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പ്രോപ്പർ സ്കാനിങ് സിസ്റ്റം ഉണ്ടോ, എൻ്റെ മെൻറ്റർ ആരാണ്, അങ്ങനെ ഒരു മെൻറ്റർ എനിക്ക് എന്തെങ്കിലും രീതിയിലൊരു ഹെൽപ്പ് തരുന്നുണ്ടോ, ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കണം നിങ്ങളുടെ ആക്ച്വൽ ഫോക്കസ് വേണ്ടത്. അല്ലാതെ ഇതിൻ്റെ ചാർജ് എത്രയാണ്, ഇതിന് 300 രൂപയാണ് AMC, മറ്റൊരു 290 ഉള്ളൂ, 10 രൂപ ലാഭം എന്നുള്ള രീതിയിൽ ചിന്തിക്കാതിരിക്കുക. കാരണം ഈ ഒരു ബിസിനസ് മൈൻഡ് നമ്മൾ ട്രേഡിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ബിസിനസ് മൈൻഡ് ട്രേഡിങ്ങിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരിക എന്നുള്ളതിനെക്കുറിച്ച് ഒരു നെക്സ്റ്റ് നമുക്ക് വീഡിയോ ചെയ്യാം. ഫയേഴ്സിൽ അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ ലിങ്ക് യൂസ് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.